പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. ഒട്ടനവധി ഉത്സവങ്ങളിലും ആനസ്വീകരണങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പുതുമയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന മറ്റൊരു സ്നേഹ സൗഹൃദത്തിൻ്റെ അഴകായി ഒരു ആനസ്വീകരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അത് മറ്റെങ്ങുമല്ല, തുറവൂർ പുത്തൻകാവ് ശ്രീ മഹാദേവിയുടെ തിരുസന്നിധിയിലെ പൂരം വടക്കച്ചേരുവാര് തിരുവുത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ഗജവീരന്മാരുടെ സ്വീകരണ ചടങ്ങാണ്. ആ സ്വീകരണ ചടങ്ങ് ആരംഭിച്ചത് ചരിത്രപ്രസിദ്ധമായ മണക്കോടം സെൻറ് ജോർജ് ഫെറോന ചർച്ചിൽ നിന്നുമാണ് ആരംഭിച്ചത്. ആ ചടങ്ങുകൾക്കെല്ലാം അവിടുത്തെ പ്രിയപ്പെട്ട ഫാദർ ഫ്രാൻസിസ് കൈതവളപ്പിൽ അച്ഛൻ മുൻകൈ എടുത്തുകൊണ്ടാണ് ആ സ്വീകരണ പരിപാടികൾക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തത്. അതുമാത്രമല്ല, പുത്തൻകാവ് ശ്രീ മഹാദേവിയുടെ തിരുസന്നിധിയിലെ വടക്കച്ചേരുവാര ഉത്സവ കമ്മിറ്റി അംഗങ്ങളെ ആ ഗജസ്വീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് ആ പള്ളിയങ്കണത്തിൽ പൊന്നാടണിച്ച് ആദരിച്ച് സ്വീകരിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചപ്പോൾ ആ ആനസ്വീകരണത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ടവർക്കെല്ലാം നല്ല ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന ചടങ്ങ് അതൊരു കൃത്യമായൊരു അനുഭവമാണ്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ പാദസ്പർശനം കൊണ്ട് ചൈതന്യധന്യമായ തുറവൂർ പുത്തൻകാവ് ശ്രീ മഹാദേവിയുടെ തിരുസന്നിധിയിലെ തിരുവുത്സവം വടക്കച്ചേരുവാര തിരുവുത്സവം നടക്കുമ്പോൾ അവിടെ ആ പള്ളിയങ്കണത്തിൽ നിന്നും ആ ഗജസ്വീകരണം ആരംഭിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സ്നേഹവും സൗഹൃദവും അവിടെ ആ മാനുഷിക മൂല്യങ്ങളുടെ ഉണർത്തുപാട്ട് കേൾക്കാൻ സാധിച്ചു. ആ മനോഹരമായ കാഴ്ചയും ചടങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യ അവസാനം കാണുകയും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും എന്നോടൊപ്പം ചേരണമെന്നുള്ള അപേക്ഷയോടെ ാലയത്തിലേക്ക് പുത്തൻകാവ് ദേവീക്ഷേത്രത്തിലെ എല്ലാ ഭക്തവിശ്വാസികളെയും ആദ്യമേ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വടക്കേച്ചേരുവാര പൂരം മഹോത്സവത്തിന്റെ ഭാഗമായി ആന എഴുന്നള്ളിപ്പ് ഇന്ന് നമ്മുടെ ഈ പുണ്യപുരാതനമായ മനക്കോടം ദേവാലയത്തിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വടക്കേച്ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ, സെക്രട്ടറി ശ്രീ സുജിത് കുമാർ, പുത്തൻകാവ് SMDB സമാജം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് 5-ന് ആരംഭിച്ച് 16-ന് അവസാനിക്കുന്നു. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ക്ഷേത്ര ഭാരവാഹികൾ ഒരു സൂചി കയ്യിലെടുത്തു എന്നുള്ളതാണ്. അതിന് മുൻകൈ എടുത്തത് വടക്ക് ചേരുവാരം ഭാരവാഹികളാണ്. നമുക്കറിയാം, കത്രികയും സൂചിയും അതിൻ്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കി ഇരിക്കുന്നത് നല്ലതാണ്. കത്രിക എപ്പോഴും നമ്മൾ മുറിച്ച് മാറ്റാനാണ് എടുക്കുന്നത്, സൂചി എടുക്കുന്നത് തുന്നിച്ചേർക്കാനാണ്. ഈ വർഷം ഇങ്ങനെ തിരുവുത്സവം ആഘോഷിക്കുന്ന അവസരത്തിൽ ഒരു സൂചിയുമായിട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ എന്നെ കാണാൻ വന്നത്. നമുക്കൊന്ന് തുന്നിച്ചേർക്കണം. നമ്മുടെ ഈ പള്ളിയും ഈ അമ്പലവും ഒന്നാണ് എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമാണ് ഈ സൂചി സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് ഈ വർഷം ഇങ്ങനെ ഒരു താല്പര്യമെടുത്ത് ക്ഷേത്ര ഭാരവാഹികൾ, പ്രത്യേകിച്ച് വടക്ക്
നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ കത്രിക എടുക്കുക, മുറിച്ച് മാറ്റുക, മനുഷ്യനെ മുറിച്ച് മാറ്റുക, മതങ്ങൾ തമ്മിൽ ഇങ്ങനെ മുറിക്കല്. പക്ഷേ ഒരു സൂചിയുടെ ദൗത്യം നമുക്കുണ്ടെങ്കിൽ എത്ര മനോഹരമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആ വലിയ അർത്ഥവാക്യം നമ്മൾ മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു ഇത് തന്നെയാ പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതൊരു സ്നേഹമാണ്. മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മനസ്സിൽ ദൈവം ജനിക്കുന്നത്. മനുഷ്യനെ വെറുക്കുമ്പോഴാണ് മനസ്സിൽ ദൈവം മരിക്കുന്നത്. ഇവിടെ ദൈവം ജനിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട്, പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇതിന്റെ മുൻകൈയെടുത്ത വടക്ക് ചേരുവാരം ഭാരവാഹിയുടെ പ്രസിഡന്റ് ശ്രീ വി സുരേന്ദ്രൻ, സെക്രട്ടറി സുജിത് കുമാർ, ട്രഷറർ ഷാജി, വോളണ്ടിയർ ക്യാപ്റ്റൻ പ്രസാദ്, കോർഡിനേറ്ററും കമ്മിറ്റി അംഗവുമായ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ ആദരിക്കേന്ദ്രൻ ചേർന്നെയാണ്. നല്ല രീതിയോടെ നമുക്ക് നന്നായിട്ട് കൈയടിച്ച് ഈ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാം. തുടർന്ന് നമ്മെ ആദരിക്കുന്നു. ട്രഷറർ ശ്രീ ഷാജി കൈക്കാരൻ തോമസ് മരത്തിങ്കലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. തുടർന്ന് ആദരിക്കുക വോളണ്ടിയർ ക്യാപ്റ്റൻ ശ്രീ കെ വി പ്രസാദിനെ ആദരിക്കുന്നു. നല്ല വേദിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കമ്മിറ്റി അംഗം ശ്രീ അദ്വൈതിനെ സ്വീകരിക്കുന്നു. സുജിത് കുമാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമ്മളൊരു കാര്യം അച്ഛനോട് സംസാരിച്ചപ്പോൾ ഇതുപോലൊരു ചടങ്ങാക്കി മാറ്റമൊന്നും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വീകരണം, ഇതുപോലെ ഒരു മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ ഒരു ഉദാഹരണം കാണിക്കുന്ന അച്ഛൻ പള്ളി ഭാരവാഹിയും എല്ലാവർക്കും ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
പ്രിയപ്പെട്ടവരെ, ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിലും ഉത്സവ കാഴ്ചകളും ആനയും മേളവും ഒക്കെയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഇനി ഉത്സവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സമയമാണ്. ഒത്തിരി ആനകൾ വരുന്നതും ഒത്തിരി പ്രശസ്തരായ മേളക്കാർ വരുന്നൊരു ഉത്സവമുണ്ട് കായ്പുറം കൊച്ചനാകുളങ്ങരയിൽ. അതേപോലെ തന്നെ പൂജവിളിയിലും പാപ്പാളിലും പള്ളിക്കുന്നും അങ്ങനെ ഒത്തിരി ഉത്സവങ്ങൾ ഇനി കാണാൻ പോകുന്നു. ആനകൾ വരാൻ പോകുന്നു, മേളങ്ങൾ. ആ വീഡിയോകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ കാണാൻ കാത്തിരിക്കുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹബഹുമാനത്തോടെ നന്ദി, നമസ്കാരം.